ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ ഒരു ഏരിയ ക്ലീൻ ചെയ്തെടുക്കുന്നത് എന്തിനാണെന്നറിയോ? ഇവിടെ കാണുന്ന ഈ ഗ്രോ ബാഗ് വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് പൊട്ടറ്റോ നടാനാണ്. ഞാൻ ഓൾറെഡി കുറച്ച് ഫുഡ് വേസ്റ്റും കരിയിലും ഒക്കെ ഇട്ട് ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ അങ്ങോട്ട് മണ്ണൊക്കെ വീണതാണ് ഇട്ടത്. പിന്നെ കുറച്ച് നേരത്തെ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് അങ്ങോട്ട് നന്നായിട്ട് സെറ്റാക്കി ഗ്രോ ബാഗ് വെച്ചിട്ട് അതിൻ്റെ അകത്ത് പൊട്ടറ്റോ നടാനാണ്. അപ്പോൾ പൊട്ടറ്റോ നടാനുള്ള കറക്റ്റ് സമയം ഇപ്പോഴാണ് കേട്ടോ. മാർച്ച് മാസത്തിൽ പൊട്ടറ്റോ നടണം. മാർച്ച് എൻഡിന് മുന്നേ ആയിട്ട് പൊട്ടറ്റോ നടണം. ഫെബ്രുവരി തൊട്ട് മാർച്ച് വരെയാണ് പൊട്ടറ്റോ നന്നായിട്ട് ഉണ്ടാകാനുള്ള നടേണ്ട സമയം. അപ്പോൾ ഞാനിവിടെ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഈ ഗ്രോ ബാഗ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടാണ് പൊട്ടറ്റോ നടാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഗ്രോ ബാഗ് എന്ന് പറയുന്നത് കമ്പോസ്റ്റ് വാങ്ങിച്ചിട്ട് അത് ഞാൻ ഗ്രോ ബാഗ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. കുറച്ച് ഫുഡ് വേസ്റ്റും ഉണ്ട്, കരിയിലുണ്ട്, പിന്നെ നേരത്തെ ഉണ്ടായിരുന്ന കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഗ്രോ ബാഗാണിത്. ഞാനിവിടെ ഒരു 11 ഗ്രോ ബാഗാണ് കേട്ടോ നന്നായിട്ട് മണ്ണൊക്കെ ഇളക്കി സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കുന്നത്. എനിക്ക് കൂടുതലും ഇങ്ങനെ ഗ്രോ ബാഗുകളിൽ പൊട്ടറ്റോ നടുമ്പോഴാണ് കേട്ടോ നന്നായിട്ട് കേട് കൂടാതെ പൊട്ടറ്റോ കിട്ടുന്നത്. കൂടുതലും നിലത്ത് നടുമ്പോൾ ഓരോ പ്രാണികളൊക്കെ കടിച്ചും സ്ലഗൊക്കെ കയറി നിന്നിട്ടും പൊട്ടറ്റോ കേടായിട്ടാണ് കിട്ടാറ്. അതേസമയം ഇങ്ങനെ ഗ്രോ ബാഗ് നട്ട് കഴിയുമ്പോൾ നന്നായിട്ട് ഒരു കേടും ഇല്ലാത്ത പൊട്ടറ്റോ കിട്ടാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് ഇതുപോലുള്ള ഗ്രോ ബാഗ് സെറ്റ് ചെയ്തിട്ടാണ് പൊട്ടറ്റോ നടാറ്. ഇതിൻ്റെ അകത്ത് നടാനുള്ള പൊട്ടറ്റോസ് ഞാൻ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ പൊട്ടറ്റോ മുളപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇത് ബേബി പൊട്ടറ്റോസ് ആണ്. അപ്പം ഇത് ഈ കവറിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. അതിങ്ങനെ മുളച്ചിരിപ്പുണ്ട്. ഇതെല്ലാം മുളച്ചിരിക്കുകയാണ്. ഇത് സാധാ പൊട്ടറ്റോ ഞാൻ കറി വെക്കാൻ വാങ്ങിക്കുന്ന പൊട്ടറ്റോ തന്നെയാണ് കേട്ടോ. അതിപ്പം ഇങ്ങനെ നടാൻ വേണ്ടിയിട്ട് ഇത് ബേബി പൊട്ടറ്റോസ് ആണ് കണ്ടതുകൊണ്ട് ഞാൻ അങ്ങനെ മുളപ്പിക്കാൻ വേണ്ടി തന്നെ വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ പൊട്ടറ്റോസാണ് കേട്ടോ ഞാൻ ഈ ഗ്രോ ബാഗ് നടാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ കഴിഞ്ഞ വർഷം ഇതുപോലെ ഞാൻ ചെറിയ പൊട്ടറ്റോസ് കണ്ടപ്പോൾ വാങ്ങിച്ച് അങ്ങനെ നട്ടിരുന്ന പൊട്ടറ്റോ ആണ് ഇത്. ഇതിപ്പം ഈ ഗ്രോ ബാഗ് ഇളക്കി കഴിഞ്ഞപ്പം ഈ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കാൻ വേണ്ടി ഇളക്കിയപ്പോൾ കിട്ടിയ പൊട്ടറ്റോസാണിത്. അത് ഞാൻ കുറച്ച് ദിവസം വീടിൻ്റെ അകത്ത് വെച്ചിട്ട് അങ്ങനെ ജനലിൻ്റെ സൈഡിൽ വെച്ചപ്പോൾ ഇതുപോലെ തന്നെ മുളകുണ്ട്. അപ്പോൾ ഇതും ഞാൻ ഈ ഗ്രോ ബാഗുകളിൽ കൂടെ തന്നെ നടുന്നുണ്ട് കേട്ടോ. ഇത് നല്ല പൊട്ടറ്റോസ്, നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പം ഇത് ഇനി പിന്നെ നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല കടയിൽ. ഞാനിത് തന്നെ ഒരു 3 ഗ്രോ ബാഗിൽ ഇത് തന്നെ നടും. അത് ബാക്കിയുള്ള ഗ്രോ ബാഗുകളിൽ ഞാൻ ഈ ബേബി പൊട്ടറ്റോസ് നടുന്നേ. ഞാൻ എങ്ങനെയാണ് നടുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് നടാൻ പോകുന്ന ഈ പൊട്ടറ്റോ ആണ്. ഇത് കഴിഞ്ഞ വർഷം ഇതേ ഗ്രോ ബാഗുകളിൽ തന്നെ നട്ടിരുന്ന പൊട്ടറ്റോസാണ്. അപ്പോൾ ഞാൻ മണ്ണൊക്കെ ഇളക്കിയപ്പം ഈ വർഷം എനിക്ക് അതിൽ തന്നെ കിടന്ന് കിട്ടിയതാണ്. കഴിഞ്ഞ വർഷം കാണാതെ കിടന്നത്. അതിപ്പം ഇങ്ങനെ മുളയൊക്കെ വന്നിട്ടുണ്ട്. ഒത്തിരി മുളയൊന്നും ഇല്ല, അതുകൊണ്ട് ഒരുപാടൊന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും നട്ട് നോക്കാം. ഇതുപോലെ മുളയുണ്ട്, ഇവിടെയുണ്ട് മുള. പിന്നെ ഇവിടെ കണ്ണേന്നൊക്കെ മുള വരുന്നുണ്ട്. അപ്പം ഇതാണ് ഞാൻ ആദ്യമേ ഇതിൻ്റെ അകത്ത് നടാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ ഇത്രയും ഈ ഒരു അളവിലാണ് കുഴിയെടുക്കുന്നത്. ഞാൻ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഒരു പകുതി ഇത്രയും താത്തിയേ വെക്കുന്നുള്ളൂ കേട്ടോ പൊട്ടറ്റോ. നമ്മൾ മുളയുള്ളതോടെ ഇങ്ങനെ മുകളിലേക്ക് ഇതിപ്പോൾ 2 സൈഡിൽ ഇവിടെ മുളയുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പം പിന്നെ ഈ കണ്ണുണ്ടല്ലോ ഇവിടെ, ഈ ഒരു മുള വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ മുളച്ച് വന്നോളൂ. അങ്ങനെ ഞാനിതാ ഇങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ മേതയ്ക്ക് ഒത്തിരി മണ്ണിടണ്ട കേട്ടോ. ഇപ്പം ഇങ്ങനെ ഇട്ടാൽ മതി. അത് കഴിഞ്ഞ് പൊട്ടറ്റോ മുളച്ച് വരുന്നതനുസരിച്ച് നമുക്ക് മണ്ണ് കൂട്ടി കൊടുത്താൽ മതി. അതിൻ്റെ അകത്ത് ഒരു പൊട്ടറ്റോ, ഇത് ഒത്തിരി വലിയ ഗ്രോ ബാഗ് അല്ല കേട്ടോ, അതുകൊണ്ട് ഒരു പൊട്ടറ്റോയെ ഞാൻ അത് വെക്കുന്നുള്ളൂ. അടുത്തതും ഉണ്ട്.
ഇതൊരു ചെറിയ പൊട്ടറ്റോസാണ്. അപ്പം ഞാൻ ഇത് 2 എണ്ണം വെച്ച് കൊടുക്കുകയാണ്. അപ്പം 2 സൈഡിലായിട്ട് വെച്ച് കൊടുക്കുന്നേ ഉള്ളൂ. ഒന്നിത് വെച്ച് കൊടുക്കാം. പിന്നെ വേറെ ഒരു കണ്ണേന്നൊക്കെ 1-2 കണ്ണുകളുണ്ട്. അപ്പം ചിലപ്പോൾ കുറച്ചധികം നന്നായിട്ട് ഉണ്ടായിക്കോളുമായിരിക്കും. ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തു. അടുത്തത് ഇതാ ഈ സൈഡിൽ വെച്ച് കൊടുക്കാം. അടുത്തത് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അത് 2ഉം വെച്ച് കൊടുത്തു. ഇനി എനിക്കിപ്പം ഇതിനെ ഇളക്കിയപ്പോൾ തന്നെ ഒരു കുഞ്ഞു പൊട്ടറ്റോ അതേ ഗ്രോ ബാഗിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് 2ഉം കൂടെ അടുത്ത ഇതിൽ വെച്ച് കൊടുക്കാൻ പോകുന്നത്. പിന്നെ ഇതിൽ നിന്ന് കുറേ ഇത്രയൊക്കെ ഉള്ള പൊട്ടറ്റോസ് ഞാൻ അതിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ മണ്ണിളക്കിയപ്പം ഇതിവിടെ വെച്ച് കൊടുക്കാം. അതായത് ഇവിടെ ഇത്തയിലൊരു 1, 2, 3 മുള വന്നിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ മുള മുകളിലേക്ക് നിൽക്കുന്ന പോലെയാണ് വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇതൊരു കുഞ്ഞിതാണ്, അപ്പോൾ ഒത്തിരി താത്തുന്നില്ല ഞാൻ, അതുകൊണ്ട് ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു കുഞ്ഞു മുളയെ വന്നിട്ടുള്ളൂ. അത് വന്നാൽ പിടിച്ചത്രേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നന്നായിട്ട് പിടിച്ചു വരുന്നത്. വേണ്ട, ഇത് ബേബി പൊട്ടറ്റോ ഞാൻ ഓപ്പൺ ചെയ്ത് കേട്ടോ. ഇത് ബേബി പൊട്ടറ്റോസാണ്. അതിതാ അതുപോലെ നന്നായിട്ട് മുളച്ചിരിപ്പുണ്ട്. നമ്മൾ ഒത്തിരി മുള നീണ്ടു വരുന്നതിന് മുമ്പേ തന്നെ നമ്മൾ നട്ടു കൊടുക്കണം കേട്ടോ. ഇതിപ്പം ഇച്ചിരി ലേറ്റ് ആയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഞാൻ നടാനായിട്ട് ഇത് കണ്ട വേരൊക്കെ ഇറങ്ങി തുടങ്ങി. അപ്പം കുറച്ചും കൂടെ നേരത്തെ നമ്മളിത് ഇങ്ങനെ നട്ടു കൊടുക്കണം. ഞാനിപ്പോൾ ഏതായാലും ഇച്ചിരി ലേറ്റ് ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതങ്ങോട്ട് നട്ടു കൊടുക്കാൻ പോവാ. ഉണ്ടായി, നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇതങ്ങനെ നട്ടു കൊടുക്കുകയാണ് കേട്ടോ. ഒത്തിരി മുളച്ച് പോകുന്നതിന് മുമ്പേ നട്ടു കൊടുക്കണം നമ്മൾ. അതാണ് കൂടുതൽ പൊട്ടറ്റോസ് ഉണ്ടാകുന്നത്. ഒരു ഗ്രോ ബാഗിൽ ഒരു പൊട്ടറ്റോ വെച്ച് നടുന്നുള്ളൂ കേട്ടോ. ഇത് ഒരു ചെറിയ ഗ്രോ ബാഗ്, ഇച്ചിരിയും കൂടെ വീതിയും വലിപ്പവും ഒക്കെ ഉള്ള ഗ്രോ ബാഗ് ആണെങ്കിൽ നമുക്ക് ഒരു ഗ്രോ ബാഗിൽ 2 പൊട്ടറ്റോ വെച്ച് നട്ടു കൊടുക്കാം. ഇത് ഇത്രയുള്ളൊരു കുഴിയെടുത്തു. അത് കഴിഞ്ഞിട്ട് ഇത് മണ്ണൊക്കെ ഇളകി നന്നായിട്ട് ഇളക്കി വെച്ചേക്കുന്ന ഗ്രോ ബാഗാണ്. ഞാൻ വെച്ചു കൊടുത്തു. പൊട്ടറ്റോസ് തുറന്നൊക്കെ എടുക്കുമ്പോഴിങ്ങനെ ഇരിക്കുന്ന മുള പോയി കഴിഞ്ഞാൽ അത്രയും പൊട്ടറ്റോസ് കുറവാണ് നമുക്ക് കിട്ടുള്ളൂ. മുള എല്ലാം ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വെച്ചിട്ട് കാര്യമില്ല കേട്ടോ. ഉണ്ടോ? ഞാനിവിടെ വെച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഒത്തിരി മണ്ണ് അതിൻ്റെ മേതെ ഇടുന്നില്ല കേട്ടോ. അപ്പം മുളച്ച് വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ചെറുതായിട്ട് ഇടുന്നുള്ളൂ. പിന്നെ മുളയ്ക്കുന്നതനുസരിച്ച് നമുക്ക് മണ്ണ് കൂട്ടി കൊടുത്താൽ മതി. പൊട്ടറ്റോയ്ക്ക് നന്നായിട്ട് വെള്ളം വേണം കേട്ടോ. പൊട്ടറ്റോ നട്ട് കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് നനച്ചു കൊടുക്കണം. പൊട്ടറ്റോ വെയിലൊക്കെ ഉള്ളപ്പോഴും നടുന്നത് കൊണ്ട് കുഴപ്പമില്ല. കാരണം അത് നമ്മൾ തൈ പറിച്ച് മാറ്റി നടുകയല്ലോ. നമ്മൾ അതിപ്പോൾ വൈകുന്നേരങ്ങളിൽ നടാവുള്ളൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ.
നമുക്ക് എപ്പോഴാണോ സമയമുള്ള നേരം അങ്ങ് നട്ടാൽ മതി. ഇത് ഒരു ഫെബ്രുവരി മാസം തൊട്ട് നടും നമ്മൾ നടേണ്ടതാണ്. ഇപ്പോൾ ഒരു മാർച്ച് ലാസ്റ്റ് വീക്കായി. മാർച്ച് ഏപ്രിലിനുള്ളിൽ നടണം കേട്ടോ. ഏപ്രിൽ തുടങ്ങുന്നതിന് മുമ്പ് നട്ടു കൊടുക്കണം പൊട്ടറ്റോസ്, എന്നാലാണ് ഉണ്ടാകുന്നത്. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് പൊട്ടറ്റോ നടുന്നത്. ഇനി ബാക്കി ഇത്രയും പൊട്ടറ്റോസും കൂടെ ഉണ്ട് നമുക്ക്. ഇത് ഞാൻ വേറെ ഗ്രോ ബാഗുകളിൽ നടാൻ പോവാണ്.